നിമ്മി യെസ്. കളിക്കല്ലേ? കളിയല്ല ശ്രീനി, കെട്ടഴിക്കില്ലേ? ഞാനൊരു കാര്യം പറയാൻ പോവാ, അപ്പൊ പട്ടിരെന്നെ കാണണ്ട. കാര്യം പറയണോ ശ്രീനി? അതെ പറയണോ? അതെ, എന്നോടൊരു കാര്യം പറഞ്ഞു. ആര്, എപ്പോ, എന്ത് പറഞ്ഞു? ഇന്നലെ രാത്രി സ്വപ്നത്തിൽ മനസ്സ് പറഞ്ഞു. കാര്യം കേട്ടാ ശ്രീനിക്ക് വട്ടാവും. കെട്ടഴിക്കില്ലേ? മനസ്സെന്നോട് പറയാ, ശ്രീനി എനിക്ക് ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ലെന്ന്, ശരിക്കും സ്നേഹം. ഇംഗ്ലീഷിലും പറഞ്ഞു. എന്തു പറഞ്ഞു? ഐ ലവ് യു ശ്രീനി. സത്യമാ, എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടമാ. ഇപ്പോഴാ ഞാൻ അറിഞ്ഞു. അഭിരാമിയെ കണ്ട അന്ന് മുതൽ മനസ്സ് പറഞ്ഞു. ഓരോ നിമിഷവും എന്നെ ഓർമ്മിപ്പിച്ചു. എടോ, താൻ ശ്രീനെ സ്നേഹിക്കുന്നു. ഞാൻ കേൾക്കാതിരുന്നു. പട്ടർക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം. പക്ഷെ മനസ്സ് പറഞ്ഞ പോലെ ഐ ലവ് നിമ്മി എന്ന് പറയാൻ ഇപ്പൊ പറ്റില്ല എന്ന് അറിയാം. ശ്രീനി തന്റെ മനസ്സിനെ നല്ലതുപോലെ കൺട്രോൾ ചെയ്തോണം. എനിക്കൊരു കൺട്രോൾ ഇല്ല. ശ്രീനിയുടെ മനസ്സിനും ഇങ്ങനെ വല്ലതും തോന്നിയാ? തമാശയാ നിമ്മി എന്തൊക്കെയാ പറയുന്നത്? ശ്രീനി കേൾക്കുന്നുണ്ടോ? മനസ്സ് വീണ്ടും പറയുക, ഇഷ്ടമാ, ഒത്തിരി ഒത്തിരി. பாரு, உனக்கு இப்படி ஒரு இஷ்டம் அந்த குட்டியோடு ഉണ്ടായിരുന്ന അമ്മ ഒരിക്കലും എതിർക്കില്ലായിരുന്നു. പിന്നെന്നെ? അങ്ങനെയല്ല മോളെ. നിമ്മി തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന്. ശ്രീനി, ഇതെല്ലാം കഥയിലെ നോവലിലെ വാസിക്കാൻ കൊള്ളാം. ഇപ്പൊ ഇങ്ങ നീ വേറൊന്നും യോசிக்க വേണ്ട. അഭിരാമിയുടെ കഴുത്തിലെ താലി കെട്ട്. അവള് പാവമാ. നല്ലൊരു കുടുംബജീവിതം ഉൻ കൺമുന്നാലെ ഇരിക്കും. അമ്മളും എന്താ ഈ പറയുന്നത്? അഭിരാമിക്ക് പകരം നിമ്മിയെ കല്യാണം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം അമ്മാളോട് പറഞ്ഞു. ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? അവളുടെ ഏതാവത് പറഞ്ഞിരുന്നാ? അവൾ അങ്ങനെ പറഞ്ഞപ്പോ ഉൻ മനസ്സലിഞ്ചത് നല്ല മനസ്സാണതുകൊണ്ടാക്കും. അന്ത നല്ല മനസ്സുകൊണ്ട് നീ അഭിരാമിയെ കാണണം. നിമ്മി ഉന്നയുടെ അടുത്ത കൂട്ടുകാരി മാത്രമാ. അഭിരാമി ഉന്നയുടെ ജീവിത പങ്കാളിയും. ഞാൻ നിമ്മിട്ട പേശണമോ? ഏയ്, എല്ലാം സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയാണ് നിമ്മി. ഷീ ഈസ് നോട്ട് ചൈൽഡിഷ്. മനസ്സ് ശുദ്ധമായിരിക്കണം. അന്ത കുട്ടിയോടും ഉന്നോടും. അമ്മ, സ്വസ്തു വയം തനവംബുഷേമ മഹ്യം നമന്താം പ്രതിഹസ്ത്രജസ്രത്വയാധ്യക്ഷേണ പ്രണാജയേമ മമ ദേവാവികവേ സന്ത സർവ ഇന്ദ്രാവന്തോ മരുതോ വിഷ്ണുരഗ്നിഃ. ഇനി എന്ത് സംഭവിക്കും? ഇനി അപ്പ വന്ന് മകളെ കൊടുക്കാന്ന് പറയും. വ്രതങ്ങളാകി വിട്ടത് കാശി യാത്രയ്ക്ക് പോകുറേൻ. ചൊല്ലുങ്കോ. காசி யாத்திரையை செல்ல வேண்டாம். என்னுடைய குமாரி சௌபாகியவதி சித்ராவே, என்னுடைய குமாரி சௌபாகியவதி சித்ராவே தாங்களுக்கு இன்றைய தினம் சுபலக்னத்தில் கன்னிகா தானம் செய்து தருகிறேன். உத்வாக மண்டபம் வந்து சேர வேண்டியது. வாங்கோ வாங்கோ வாங்க வாங்க.
വാങ്ങോ, വരൂ വരൂ. ഏതായാലും സംഗതി കൊള്ളാം. അതെ, അതെ, നല്ല നന്നായിട്ടുണ്ട്. ഉഷാറാ. ഇതെന്തെങ്ങനെ കഴുത്തി കുറെ മാലയൊക്കെ ഇട്ട്? അതോ ഈ മാലയിടാൻ വരുന്ന മാപ്പിളെ കളിപ്പിക്കാൻ വേണ്ടി വധുവിനെ ഒഴിച്ചു മാറ്റും. മാപ്പിളയുടെ മിടുക്കളക്കാനുള്ള ഒരു കള്ളക്കളി. എന്താ എല്ലാരും മിണ്ടായിരിക്കുന്നേ? യു ക്രേസി, നിനക്ക് വട്ടാ. അതെ, വട്ട, മുഴുവട്ട. അതുകൊണ്ട് ആരുടെയും സിമ്പതി കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഈവൻ ശ്രീനിയുടെ പോലും. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട. എനിക്ക് ശ്രീനി ഇഷ്ടമാ. ഐ നീഡ് ഹിം. നടക്കാത്ത കാര്യം ആലോചിച്ച് നീ വെറുതെ. നടക്കുമെന്ന് പറയടാ. നടക്കുമെന്ന് ചുമ്മാതെങ്കിലും പറയടാ. ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ലൈഫ് പോയി. അഭിരാമിയെ കണ്ട് പറഞ്ഞാലോ? നീ അതും ഇതൊന്നും പറയാതെ. അഭിരാമി ചിലപ്പോ എഗ്രി ചെയ്താലോ? പാവം, വേണ്ട. അവൾക്കും എന്റെ അതേ ഫേറ്റ് വരും. ശ്രീനി ഹെൽപ്ലെസ് അല്ലേ നിമ്മി? ശ്രീനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അറിയാമോ, ശ്രീനിക്ക് എന്നെ ഇഷ്ടമാ. ഷുവറാ. ശ്രീനി ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതിയായിരുന്നു. അതൊന്ന് പറയിപ്പിക്കാമോ നിനക്ക്? പ്ലീസ് റിലാക്സ് നിമ്മി. നിമ്മി, it's okay, it's okay, it's okay, okay, relax, it's okay. അമ്മ മോളെ, മോളു, അപ്പെന്തേ? ആ, നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവള് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതാ. പിന്നെ നിന്റെ അപ്പായോട് പറയണം ഇങ്ങനെ ഒരുത്തന്റെ കാല് പിടിക്കരുതെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാ പോരെ? ഈ ഫാദറിലോ എന്നൊക്കെ പറഞ്ഞ ഒരു നിലയും വിലയൊക്കെ വേണം, മനസ്സിലായോ? അല്ല, പിന്നെ ഇത് ഞാനും കൂടെ ഇടപെട്ടൊരു കല്യാണം ആയതുകൊണ്ട് അതാണല്ലോ എൻ്റെ ഒരു ന്യായം. ന്യായം അന്യായം ഒന്നുമല്ല, അതാണ് ശരി. ആ, നീ ഒരു കാര്യം ചെയ്യ്, ചാപ്പാട് എടുത്തു വെക്ക. നല്ല വിശപ്പ്. പിന്നെ ഒരു കാര്യം, കല്യാണം കഴിയുന്നവരെങ്കിലും മദ്യപിക്കരുത് പ്ലീസ്. അപ്പയുടെ മോള് തന്നെ. നിനക്കൊന്നും കാല് പിടിക്കാതെ സംസാരിക്കാറില്ലേ? അളിയന്മാരല്ലേ? ഭാരത പാടിടുക
സുഖവും അധര മധു പകരുമൊരു സുഹൃത സുഖവും എനിക്ക് ശരിക്കും വട്ട. ഈ സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. മനസ്സിൽ ഒതുക്കി വെക്കണമായിരുന്നു. എന്റെ മാത്രം ദുഃഖമായിട്ട്. ഐ എം സോറി. അതിന് നിമ്മി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്ത് ഞാനാ. തന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ പോയത് ഞാനല്ലേ? അല്ല, ഞാൻ കള്ളിയ. ഇഷ്ടമായിട്ടും അറിയാത്തതുപോലെ ഭാവിച്ചു. ഇവിടുത്തെ ചടങ്ങുകൾ എനിക്ക് അഗ്നിപരീക്ഷയായിരുന്നു. ഞാൻ പിടിക്കപ്പെട്ടു. സത്യം പറയാൻ വിധിക്കപ്പെട്ടു. അങ്ങനെ പറഞ്ഞു പോയതാണ്. ശ്രീനി മറന്നേക്കൂ. മറക്കാൻ പറ്റും. മറക്കണം. പട്ടിന് തന്റെ മുഴുവൻ മനസ്സും അഭിരാമിക്ക് കൊടുക്കണം. പാവമാ. ശ്രീനി എന്നോട് അല്പം വെറുപ്പ് കാണിക്കൂ. നീ എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവളല്ലേ എന്ന് ചോദിക്കൂ. ഒരിക്കലും എന്നെ ഇഷ്ടമില്ല എന്ന് പറയണം. സ്നേഹിക്കുന്നില്ല എന്ന് പറയണം. പ്ലീസ്. നിമ്മി, എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് പറയില്ലേ. അങ്ങനെ പറഞ്ഞ ശ്രീനി ഞാൻ വിടില്ല. പ്ലീസ് ടെൽ മീ. ഇഷ്ടമല്ല. ശ്രീനി അങ്ങനെ പറഞ്ഞ എനിക്ക് സന്തോഷമാവും. ഒരിക്കലും ശ്രീനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ഞാൻ. എന്നും പട്ടരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. പ്ലീസ് ടെൽ മീ പ്ലീസ്. ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ഇതാര്? അമ്പിയോ? നീ എന്താടാ വെടികൊണ്ട പന്നിയെ പോലെ പാഞ്ഞു വരുന്നത്? എന്താടാ ഒരു പരുങ്ങല്? ഒന്നുമില്ല. ആ, പാതിരാത്രിക്ക് കിതച്ചോണ്ട് ഓടി വരുന്നവൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് ഒരു പഴമൊഴി. നീ എന്തെങ്കിലും ഒപ്പിച്ചോ? എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നു? സ്വാമിയെ കാണാനാ. സ്വാമി? ഓ, നിന്റെ ഗുരു രാമസ്വാമി. ഈ പാതിരാക്ക് എന്തിനാടാ സ്വാമിയെ കാണുന്നത്? അത് ഞാൻ അവിടെ പറഞ്ഞോളാം. എന്നോട് പറഞ്ഞ നിന്റെ നാവ് തേഞ്ഞു പോവോ? പറടാ. സസ്പെൻസ് കളഞ്ഞിട്ട് പറഞ്ഞു തോലക്കടാ. ഇനി രഹസ്യമല്ലോ ആണോ? അയ്യോ, എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വേണ്ട, പറടാ. വെറുതെ ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. ഇത്രയായ സ്ഥിതിക്ക് നീ എന്നോട് പറഞ്ഞിട്ട് പോയാ മതി. പറടാ. നേരം വെളുക്കുമ്പോ നിന്റെ സ്വാമിയോട് ഞാൻ പറഞ്ഞോളാം. പറടാ. മാപ്പിള ശ്രീനി. ശ്രീനി കൂട്ടുകാരി. ഏത് കൂട്ടുകാരിലെ? ആര്? നിമിഷ. ഏത്? നമ്മുടെ വെളുത്തിട്ട് നല്ല കണ്ണുകളൊക്കെ ഉള്ള സുന്ദരി. ഇത് ചതിയാണ് സർ. എന്ത് ചതി? ശ്രീനി ആ കുട്ടിയും കുട്ടി കെട്ടിപ്പിടിച്ച്. ഇടാ, നല്ല നല്ല പെമ്പിള്ളേരെ കണ്ട മിടുക്കന്മാര് കെട്ടിപ്പിടിക്കുക. അതിനെന്ത്? ഇത് ചതിയാണ്. എന്ത് ചതി? ശ്രീനി ആ കുട്ടിയും ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാ. ഈ വിവാഹം നടക്കരുത് സർ. ഇത് നടന്ന ഇപ്പൊ പിടികിട്ടി. താലി കെട്ടാറായപ്പോ അമ്പിക്ക് താനായിരുന്നല്ലോ അഭിരാമിയെ കല്യാണം കഴിക്കേണ്ടതെന്ന കാര്യം ഓർമ്മ വന്നു. അപ്പോ ഈ കല്യാണം നടക്കരുത്. ഇത് നടക്കാതിരിക്കണമെങ്കിലോ മുടക്കണം. അപ്പോ അതിന് തക്കതായ ഒരു കാരണം വേണം. ഇത് നല്ല ബെസ്റ്റ് കാരണമാ. മാപ്പിളക്ക് കൂടെ ഉള്ള ലോഹ്യക്കാരിയുമായിട്ട് രഹസ്യബന്ധം. കൊള്ളാവടാ മോനെ. ഇത് പറയാനാ വന്നല്ലേ? നീ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞങ്ങളങ്ങ് സഹിച്ചടാ. ഞാൻ അറിഞ്ഞു മാപ്പിളെ, അല്പം ചുറ്റിക്കളികളൊക്കെ നല്ലതാ. പക്ഷെ ഈ സമയത്ത് തന്നെ വേണം. വാ, പോയി കിടന്നുറങ്ങ്. ശ്രീനി വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വിളിപ്പിച്ചതാ.
കാര്യങ്ങളൊക്കെ അറിഞ്ഞു. തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ പ്രമാണം. ശ്രീനിയുടെ അവസ്ഥ മാത്രമേ അമ്മ എന്ന നിലയിൽ എനിക്ക് കാണാൻ കഴിയൂ. കുട്ടിയുടെ ഭാഗവും ശരിയായിരിക്കാം. പക്ഷേ മനസ്സിലാവുന്നുണ്ടല്ലോ, കുട്ടിയുടെ സാമീപ്യം ശ്രീനിയെ മാനസികമായി പീഡിപ്പിക്കും. കുട്ടിക്കും വേദന കൂടും. ഇതുവരെ കാര്യങ്ങൾ എത്തിച്ച സ്ഥിതിക്ക് ഈ വിവാഹപന്തലിൽ വെച്ച് കുട്ടിക്ക് ശ്രീനിയെ കല്യാണം കഴിക്കണമെന്ന് തോന്നും. വെറുതെ സന്ദർഭങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. എന്തു പറയുന്നു? കുട്ടിയും കൂട്ടുകാരും സ്ഥലം വിടുക. എനിക്ക് മനസമാധാനമാവും, ശ്രീനിക്കും. കാര്യങ്ങൾ മംഗളമാവും. കൂട്ടുകാരനോട് സ്നേഹമുണ്ടേ കൂട്ടുകാരി പോകും. പോകണം, പോയേ പറ്റൂ. പറഞ്ഞത് മനസ്സിലായോ? ശ്രീനി അവന് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതാ ഞാൻ തന്നെ. ശ്രീനി സമ്മതിച്ചോ? ആ രാവിലെ പുറപ്പെട്ടാ മതി. ആരും കാര്യങ്ങളൊന്നും അറിയണ്ട. ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പുറപ്പെടണം. നിമ്മിന്റെ അവസ്ഥ മനസ്സിലാക്കണം. അഭിരാമി പാവം എനിക്ക് ഒരിക്കലും ശ്രീനിയെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് വേണ്ട മറുപടി ശ്രീനി തന്നു. ഇഷ്ടമല്ലെന്ന് മതി. നാളെ രാവിലെ സ്ഥലം വിട്ടോളാം. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഒരു ചിന്ന റിക്വസ്റ്റ്, നാളെ യാത്ര അയക്കാൻ ശ്രീനി ഉണ്ടാവരുത്. എനിക്ക് വട്ട പോണ്ടെന്ന് മറ്റോ തോന്നിയ ഓക്കെ ബൈ. വീണ്ടും പഴയ കൂട്ടുകാരിയാവാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കാം.